ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അർച്ചന നമ്മുടെ ഗീതുവിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മഞ്ജുവിന് അതൊട്ടും ഇഷ്ടാവുന്നില്ല. എങ്കിലും ബാക്കി എല്ലാവരും നമ്മുടെ അർച്ചനയോടൊപ്പം തന്നെയാണ്. അനിയന്മാരും അതുപോലെ തന്നെ ചിന്നുവും രമ്യയും എല്ലാം നമ്മുടെ അർച്ചന ചേച്ചിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്ത് വന്നാലും ഞങ്ങൾ അർച്ചന ചേച്ചിയുടെ കൂടെ തന്നെ നിൽക്കും. ഈ ഒരു പീഡന കേസ് അതിന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ അർച്ചന ചേച്ചിയോട് പറയുന്നുണ്ട്. ഈ സമയത്ത് തന്നെയാണ് അനിയന്മാരോടായിട്ട് നമ്മുടെ അർച്ചന പറയുന്നത്, മക്കളെ, അവൾ എനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അല്ലെങ്കിൽ എൻ്റെ മോളെ പോലെ ആ സ്ഥാനത്ത് ഞാൻ അവളെ കാണുന്നുള്ളൂ. അവളെ ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ ആരും വേദനിപ്പിക്കരുത്. ഇതിനെപ്പറ്റി ആരും അവളോട് ചോദിക്കരുത്. അവൾ അത് വേണം വെച്ച് ചെയ്തതല്ല. അവൾക്ക് അറിയാതെ വന്നുപോയ തെറ്റാണ്. ഈ തെറ്റ് നമുക്ക് നാളേക്ക് ഇതേപോലെ ഒരവസ്ഥ നമുക്കും നാളേക്ക് ഉണ്ടാകാം. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാനാണ് ഇങ്ങനെയുള്ള ദുഷ്ടജന്മങ്ങളെ വാഴുന്ന കാലമാണിത്. അവർക്ക് ഇതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്തില്ലെങ്കിൽ ഇനിയും ഇതുപോലെ പല പെൺകുട്ടികൾ പലരുടെ ജീവിതം ഭാവിയും തകരും. ഞാൻ എന്തായാലും ഇതിന് ഒരുമ്പെട്ട് തന്നെയാണ്. ഇതിന് പിന്നിൽ ആരൊക്കെയാണ് അവരെ കണ്ടുപിടിച്ച് അവരെ പൂട്ടാൻ തന്നെയാണ് എൻ്റെ തീരുമാനം എന്നൊക്കെ അനിയന്മാരോടായിട്ട് പറയുന്നുണ്ട്. ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ ചന്ദ്രലേഖയും അതുപോലെ തന്നെ വിജയശങ്കറും കൂടെ സംസാരിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവൾ അർച്ചന കേസ് ഏറ്റെടുത്തതോടുകൂടി ഭയങ്കരമായിട്ട് പേടിയുണ്ട്. ഇനി അവളെങ്ങാനും ജയിക്കുമോ എന്നുള്ള രീതിയിൽ അത് വിജയശങ്കറിനോട് ചോദിക്കുന്നുണ്ട്. വിജയശങ്കർ പറയുന്നുണ്ട്, അവൾ ജയിക്കാൻ ഒരു ചാൻസും ഇല്ല ചന്ദ്രേ. കാരണം അവൾ എൻ്റെ മുന്നിൽ തോറ്റ് തൊപ്പിയിട്ടിരിക്കും. അവൾക്ക് എൻ്റെ അത്ര എക്സ്പീരിയൻസും എൻ്റെ അത്ര വാചാലതയൊന്നും അവൾക്കില്ല. അവൾക്ക് ഈ കേസില്ലാ വക്കീലല്ലേ. അപ്പോൾ ഇത് പിടിച്ച് അവൾക്ക് ആളാവാനായിട്ട് നോക്കുക. പക്ഷെ അവൾ അത് തോറ്റ് തുന്നം പാടേ ചെയ്യുള്ളൂ. പിന്നീട് ആ കേസ് കോടതിയിലേക്ക് വരുന്നുണ്ട്. അർച്ചനയ്ക്കെതിരെ വാദിക്കുന്നത് ആരാണെന്ന് അറിയാതെ അർച്ചനയാണെങ്കിലും അതുപോലെ തന്നെ ജൂനിയർ വക്കീൽ ആരാണെങ്കിലും എതിർഭാഗത്ത് ആരാണെന്ന് കാത്തു നിൽക്കുന്നുണ്ട് ആകാംക്ഷയോടുകൂടി. ആ സമയത്താണ് നമ്മുടെ വിജയശങ്കറിൻ്റെ എൻട്രി. അത് കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് അന്തമായിട്ട് നിൽക്കുന്നുണ്ട് അർച്ചനയും ജൂനിയറും. അയ്യോ, ഇത് വിജയശങ്കർ സാറാണല്ലോ. സാറാണോ അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് പോകുന്നത് അർച്ചന മാഡത്തിനെതിരെ എന്നൊക്കെയുള്ള രീതിയിൽ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. വിജയശങ്കർ ആണെന്നുണ്ടെങ്കിൽ വലിയ ഒരു ജയിച്ച ഭാവത്തിൽ അർച്ചനയുടെ മുന്നിൽ വന്ന് ഒരു പുച്ഛിച്ച് നിൽക്കുന്നുണ്ട്. നീ എന്തായാലും തോറ്റു തുന്നം പാടും എന്നുള്ള രീതിയിൽ. പക്ഷേ അർച്ചന ഒട്ടും അതിൽ ഭയപ്പെടുകയോ രോഷം കാണിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും താൻ ഈ കേസിൽ ജയിക്കുമെന്ന് തന്നെയാണ് അർച്ചന തീരുമാനം എടുക്കുന്നത്.